ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്തൊരു പുതിയൊരു ബിസിനസ് ഐഡിയ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറില്ല, ഒരു 3 മാസമായിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ വീഡിയോ ചെയ്യാൻ നമുക്ക് പറ്റേണ്ടതാണ് അതിനിടയ്ക്ക്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും നമ്മളെ അടുത്ത് കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് റെസ്പോൺസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അതൊരു വിഷമമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഞാൻ വന്നത് നിങ്ങൾക്കൊരു ഫ്രാഞ്ചൈസി ബിസിനസ്സിൻ്റെ ഒരു ആശയം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു പാഴ്സൽ സർവീസ് കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കൊരു ചെറിയ മുതൽ മുടക്കിൽ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബിസിനസ്സും. എസ്പെഷ്യലി NRIs ഒക്കെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയാതെ പല ബിസിനസ്സുകളിലും നമ്മൾ കാലെടുത്ത് വയ്ക്കും. അത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളിലേക്ക് വരും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാഴ്സൽ സർവീസ്. ഇത് ശരിക്കും ഡെലിവറി എന്ന് പറഞ്ഞ ഒരു പാഴ്സൽ സർവീസ് കമ്പനിയുടെ ഡിസ്ട്രിക്ട് വൈസ് ഫ്രാഞ്ചൈസിയാണ്. അപ്പോൾ നമുക്കൊരു 500 സ്ക്വയർ ഫീറ്റ് ഏരിയയും ഒരു 5 ലക്ഷം രൂപയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മിനിമം 1000 പാഴ്സൽ അവർ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ 3-1 കാൽക്കുലേറ്റ് ചെയ്താലും അത് നിങ്ങൾക്ക് വെർത്തായിട്ടുള്ളൊരു റെഗുലർ ഇൻകം കിട്ടുന്ന ഒരു ബിസിനസ്സായിരിക്കും. നിങ്ങൾക്ക് ഈ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡെലിവറി എന്ന് പറയുന്ന ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യണം വേണ്ടത്. അപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് മെയിൽ അയക്കും. അതിൽ നിങ്ങൾക്ക് ഈ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് അതിലവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. കൂടാതെ ഈ മെയിലിലൊരു അപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും, അത് ഫില്ല് ചെയ്ത് നിങ്ങൾ മെയിൽ ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിനുശേഷം അവർ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മെയിൽ അയക്കും. 25,000 റുപ്പീസ് നമ്മൾ ഇനീഷ്യലി രജിസ്ട്രേഷൻ കോസ്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ഈവൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീഫണ്ടബിളാണ്. പിന്നെ ഈ ഫ്രാഞ്ചൈസിയുടെ മെയിനായിട്ട് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റിൻ്റെ ഒരു പകുതിയും കമ്പനി വഹിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് ഈ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിസിനസ്സിൽ പരിചയമില്ലാത്ത ആൾക്കാർക്കും അതിൽ പുറത്തുനിന്ന് വരുന്ന NRIസിനൊക്കെ ആണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും റെഗുലറായിട്ടൊരു ഇൻകം കിട്ടാനും ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ശരിക്കും. പിന്നെ ഇത് വളരെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മളിതിൻ്റെ ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്കിത് വലിയ രീതിയിലുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യും. അത് ഇതുപോലുള്ള കൊറിയർ വഴി നമ്മൾ പല ഭാഗങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്കിത് ഒരിക്കലും ഡിമാൻഡ് കുറയാത്തൊരു ബിസിനസ്സാണ് ശരിക്കും. അതോടൊപ്പം തന്നെ ഓരോ പ്രൊഡക്റ്റ് വരെ ഡെലിവറി ചെയ്യാനായിട്ട് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അത്യാവശ്യം നല്ല ഒരു എമൗണ്ടാണ്. അപ്പോൾ അതും നമുക്ക് നല്ലൊരു ഫാക്ടറാണ് ശരിക്കും. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ബിസിനസ്സായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരതിന് റീപ്ലൈ മെയിൽ അയച്ചിരുന്നു. അപ്പോൾ എന്തെല്ലാം ക്രൈറ്റീരിയാസാണ് വേണ്ടതെന്നുള്ളത് അവരതിൽ കാണിച്ചിട്ടുണ്ട്. ഞാനത് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ കാണാൻ പറ്റുന്നതാണ്. ഇത് നമ്മളൊരു ഐഡിയ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാ ബിസിനസ്സും എല്ലാവരുടെയും സക്സസ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ അവിടെ അത് സക്സസ് ആവുമെന്നുള്ള നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പറ്റുന്ന രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ.